വൈകാതെ മേഘദൂതത്തിൻ്റെ പ്രതിലിപികൾ സഹൃദയ ലോകത്തിന് ലഭിച്ചു. ആ രചനയുടെ മനോഹാരിത കണ്ട് ശങ്കുകനും മറ്റും അസൂയ തോന്നി. ഒപ്പം കാളിദാസൻ സഹൃദയരുടെ മനസ്സിൽ ഒരു രചന കൊണ്ട് മാത്രം ചിരപ്രതിഷ്ഠ നേടുമെന്ന് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി കാളിദാസനെ വെല്ലാൻ ആരാലും സാധ്യമല്ല. വിദ്വത് സദസ്സിൽ പിന്നീട് ദിവസങ്ങളോളം മേഘദൂതം ചർച്ചാവിഷയമായി. മഹത്തായ രചനയെന്ന് ആളുകൾ പുകഴ്ത്തി. പ്രവാസത്തിൻ്റെ ലക്ഷ്യം സാധ്യതമായിരിക്കുന്ന സാഹചര്യത്തിൽ കാളിദാസനെ ഉടൻ തന്നെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യമുയർന്നു. പക്ഷേ ശക്തങ്ങളായ എതിരഭിപ്രായങ്ങളും ഉയരാതിരുന്നില്ല. ഗ്രന്ഥാലയ പ്രമുഖനായിരുന്ന ഗോമേതകനായിരുന്നു രചനയുടെ പ്രതികൾ തയ്യാറാക്കുന്നതിൻ്റെ ചുമതല. ശങ്കുകൻ അയാളെ രഹസ്യമായി കണ്ടിരുന്നു. കാളിദാസൻ കൂട്ടത്തിൽ ചേർക്കാൻ ഏൽപ്പിച്ചതെന്നും മഹാരാജാവ് വായിക്കാനെടുത്തപ്പോൾ വീണുപോയതാണെന്നും മറ്റും പറഞ്ഞ് ചില താളിയോലകൾ അയാളെ ഏൽപ്പിച്ചു. അങ്ങനെ കാളിദാസൻ്റേതല്ലാത്ത ചില ശ്ലോകങ്ങൾ കൂടി മേഘദൂതത്തിൻ്റെ പ്രതിലിപികളിൽ ഇടം തേടി. മല്ലികയുടെ മനസ്സിലുണ്ടായ വികാരങ്ങൾ അവർണ്ണനീയമായിരുന്നു. ഓരോ വരിയും ശ്വാസമടക്കിപ്പിടിച്ചാണ് മല്ലിക വായിച്ചത്. ആ വരികൾ വായിച്ച് സ്വയം നിയന്ത്രിക്കാനാകാതെ കണ്ണീർ വാർത്തു. കാളിദാസൻ്റെ മനസ്സാണ് കാവ്യത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിബിംബിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. തൻ്റെ മനസ്സ് കാളിദാസൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. താൻ കാളിദാസൻ്റെ പത്നിയല്ലെന്നും കാമിനിയാണെന്നും പറയാതെ വയ്യ. താൻ അളകാപുരിയിലല്ലെങ്കിലും ഈ വിയോഗം തന്നെ യക്ഷപത്നിക്ക് തുല്യമാക്കുന്നു. കാളിദാസൻ്റെ വിയോഗത്തിൽ തൻ്റെ മനസ്സിലുണ്ടായ എല്ലാ ഭാവങ്ങളും അദ്ദേഹം വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി മല്ലികയ്ക്ക് ഉജ്ജയിനിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നതിൽ കാളിദാസൻ എത്രത്തോളം വിഷമിക്കുന്നുവെന്ന് ഈ വരികൾ വിളിച്ചു പറയാതിരുന്നില്ല. മല്ലികയുടെ മനസ്സ് ആർദ്രമായി. പിന്നെ കാളിദാസനെക്കുറിച്ചുള്ള പരാതികൾ സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ ഗണികകളുടെ കാര്യമാണ് പറയുന്നത്, കുടുംബിനികളുടേതല്ല എന്നതുകൊണ്ട് കുടുംബിനികൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല എന്നതാണ് സത്യം. വിക്രമാദിത്യൻ്റെയും നിചുലൻ്റെയും മനസ്സിലും മേഘദൂതം യക്ഷൻ്റെ സന്ദേശം വന്നതുപോലെ കാളിദാസൻ്റെ സന്ദേശം തന്നെയാണ് വഹിക്കുന്നതെന്ന തോന്നലുണ്ടാക്കിയത്. എന്നാൽ അത് വിക്രമാദിത്യൻ്റെ മനസ്സിലെ ആശങ്കകൾക്ക് ആഴം കൂട്ടി. ഇതുവരെ മറിഞ്ഞിരുന്ന മനോഭാവങ്ങൾ ഇപ്പോൾ ഈ രചനയിലൂടെ കാളിദാസൻ പ്രകടമാക്കിയിരിക്കുന്നു. കാളിദാസൻ്റെ സ്വന്തം മനസ്സാണ് യക്ഷമനസ്സായി ഇതിൽ കാണപ്പെടുന്നത്. യക്ഷപത്നിയുടെ മനസ്സാണോ മല്ലികയുടേത്? ആണെന്നാണ് മല്ലികയുടെ ഭാവവാഹാദികളിൽ വ്യക്തമാകുന്നത്. ഇതിനകം മല്ലിക മേഘദൂതം പഠനമാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. അതിലെ വരികൾ എപ്പോഴും അവൾ ഉരുവിട്ടു നടക്കുന്നു. അവളുടെ മനസ്സിലേക്ക് അവ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ഇനി അവളുടെ മനസ്സിൽ നിന്നും കാളിദാസനെ പറിച്ചു മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. വിക്രമാദിത്യൻ വിദ്യോത്തമയുമായി ആലോചിച്ചു. കാളിദാസനെ രാമഗിരിയിൽ പറഞ്ഞയച്ചതുകൊണ്ടോ അവരെ പരസ്പരം അകറ്റിയതുകൊണ്ടോ പ്രയോജനമൊന്നുമുണ്ടായെന്ന് തോന്നുന്നില്ല. കാളിദാസൻ്റെ മനസ്സ് അകൽച്ചയ്ക്കനുസരിച്ച് മല്ലികയിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. മല്ലിക ഇനി കാളിദാസൻ്റെ രചനകളൊന്നും കാണരുതെന്ന് താൻ ആഗ്രഹിച്ചതുകൊണ്ടും കാര്യമില്ല. അവർ പരസ്പരം കാണാതെ കാണുകയും പരസ്പരം കേൾക്കാതെ കേൾക്കുകയും ചെയ്യുന്നത് ഈ വരികളിൽ പ്രകടമായി കാണാം. ഈ അകൽച്ച അവരെ മാനസികമായി കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മേഘദൂതത്തിൻ്റെ ഖ്യാതി ഉജ്ജയിനിയിൽ മുഴുവൻ പരന്നു. പ്രതികൾ തയ്യാറാക്കുന്നതിൽ ആളുകൾ മത്സരിച്ചു. കൗശാംബിയിലും വിദിശയിലുമെല്ലാം മേഘദൂതത്തിൻ്റെ പ്രതികൾ എത്തി. അതിൻ്റെ ഖ്യാതി മാളവികാഗ്നിമിത്രത്തിൻ്റെയും പുരൂരവോർവശീയത്തിൻ്റെയും ഋതുസംഹാരത്തിൻ്റെയും കീർത്തിയെ മറികടന്നു. കവിസദസ്സുകളിൽ ശ്രുതിമധുരമായി അത് ചൊല്ലിക്കേൾക്കാൻ തുടങ്ങി. ചർച്ചകളിൽ അതിൻ്റെ കാവ്യാത്മകതയുടെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. കാവ്യഭംഗി വാനോളം പുകഴ്ത്തപ്പെട്ടതോടെ ദോഷൈക ദൃക്കുകൾ കാളിദാസൻ ദുർനടത്തക്കാരനാണെന്ന ആരോപണം ഉന്നയിക്കാൻ അതിലെ ചില വരികൾ ഉപയോഗിച്ചു. വിമർശനങ്ങൾ കൂടുതൽ പ്രസിദ്ധി നൽകുവാൻ ഉപകരിച്ചെങ്കിലും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കാളിദാസനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്നതിൽ വിമർശകർ വിജയിച്ചു. നിചുലന് തൻ്റെ സുഹൃത്തിൻ്റെ കാവന വൈഭവത്തിൽ അതിയായ സന്തോഷം തോന്നി. കാളിദാസനെ സംസ്കൃത കവികളിൽ പ്രഥമ ഗണനീയനെന്ന് വിലയിരുത്താൻ ഈ കൃതി മാത്രം മതി. ഒരു പുതിയ സമീപം രചനയിൽ പ്രകടമാണ്.
കാവ്യസാഹിത്യ രംഗത്ത് മുമ്പില്ലാത്ത ഒരു രീതി, കാവ്യസന്ദേശമെന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പുതിയ ഘടനയാണ് കാവ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കാവ്യശാസ്ത്രാദികളിൽ ഇങ്ങനെയൊരു രചനാരീതിയെപ്പറ്റി പരാമർശമോ വിശദീകരണമോ ഇല്ല. പക്ഷേ മേഘദൂതത്തിലെ ഭാവം നിജിലിനെ ചിന്തിപ്പിക്കാതിരുന്നില്ല. മല്ലികയോട് ശംഭുവിൻ്റെ മനസ്സിൽ ഏതുതരം വികാരമാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. മഹാരാജൻ ഈ ബന്ധത്തിന് സമ്മതമേകുമോ? രാജനീതി ഭാവുകതയെ ഒരിക്കലും പിന്തുണയ്ക്കുകയില്ല. വിക്രമാദിത്യൻ്റെ സഹൃദയത്വം ഒന്നുകൊണ്ട് മാത്രം കാളിദാസന് നിലനിൽപ്പുണ്ടാകുമോ? ഇത്രനാൾ ഇത്തരം വിമർശനങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിക്കാനും മല്ലികയുടെ വിവാഹം നടത്തേണ്ടത് സഹോദരൻ എന്ന നിലയിൽ രാജാവിൻ്റെ ചുമതലയാണെന്ന് അദ്ദേഹം കാളിദാസനെ സഹോദരീ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാകുമോ? നിജിലിൻ്റെ മനസ്സിൽ സംശയങ്ങൾ അസംഖ്യങ്ങളായിരുന്നു.